യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ 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 ഹരിഃ. ഓം തത്സത്. ജയ ഗുരു. നമ്മെ വളരെ ശക്തമായ ഒരു തോതിൽ അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ ആ പേമാരി ഉണ്ടല്ലോ, നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കഴിഞ്ഞു. 14 മാസമായി കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം മാർച്ച് 24 ആദ്യമായി അഖില ഭാരതാടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയത്. അന്ന് തന്നെ അറിയാം ഇത് എളുപ്പം പോകുന്ന കാര്യമല്ല, കാര്യമായ നടപടിയും പ്രതിരോധവുമെല്ലാം വേണമെന്ന്. അന്ന് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ശാസ്ത്രീയ ഗവേഷണ വകുപ്പുകൾ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമ്മൾ 2 വാക്സിൻ കണ്ടുപിടിച്ചു. അധികം സമയമെടുക്കാതെ ഇങ്ങനെ വിശേഷപ്പെട്ട 2 വാക്സിൻ കണ്ടുപിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷവും കൃതാർത്ഥതയും ബന്ധപ്പെട്ടവരോടെല്ലാവരോടും കൂറും കടപ്പാടുമുണ്ട്. പ്രത്യേകിച്ചും ഈ ലോകത്തെ സന്ധാരണം ചെയ്യുന്ന മഹാപ്രഭാവത്തിനോട്. നമ്മൾ ചില രാജ്യങ്ങൾക്കെല്ലാം ഈ വാക്സിൻ വെറുതെ കയറ്റുമതി ചെയ്ത് കൊടുക്കും കൂടിയുണ്ടായി. അങ്ങനെ ഒരു നിലയ്ക്ക് ഈ പേമാരിയുടെ മുകളിൽ നമുക്ക് ഫലപ്രദമായി നടപടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു കൃതാർത്ഥതയുള്ളപ്പോഴാണ് ഇതിൻ്റെ ഒരു പരിവർത്തിത രൂപം നമ്മളെ അഭിമുഖീകരിക്കുന്നത്. അതിന് വളരെ ശക്തി കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കിട്ടിയിട്ടുള്ള വർത്തമാനം ഇന്ത്യ രാജ്യത്തിൽ മാത്രമേ ഇങ്ങനെയൊന്നുള്ളൂ, അയൽ രാജ്യങ്ങളിൽ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു നിർബന്ധവും നമുക്ക് പിണഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ ഇന്ത്യക്ക് മാത്രമായി ഇങ്ങനെ വരാൻ കാരണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് ശാസ്ത്രത്തിനും ശാസ്ത്രീയതയ്ക്കും വിട്ടുകൊടുക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഡോക്ടർമാർക്കെല്ലാം ഇത് ചികിത്സിക്കാനുള്ള പരിചയവും അറിവും വളരെ കൂടുതലായി കഴിഞ്ഞു. മരുന്നുണ്ട്, സൗകര്യങ്ങളുമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേമാരിയെ നേരിടാൻ സാധിക്കും അവരുടെ ദൃഷ്ടിയിൽ നിന്ന്. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഓക്സിജൻ ഇല്ലാതെയായി. ഈ 1 കൊല്ലമായിട്ട് ഓക്സിജൻ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതിനുള്ള നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാലും എന്തോ ചില പഴുതുകളോ വിഷമങ്ങളോ ഒക്കെ വന്ന് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഓക്സിജൻ ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു കുറവോ ഒരു അപകടമോ വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല ബുദ്ധി, നല്ല തീവ്രത, നല്ല ഉത്സാഹം, നല്ല ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. അടുത്ത ദിവസം ഞാനൊരു സംസാരം കേൾക്കുകയുണ്ടായി നല്ല ഒരു ഡോക്ടറെ അടുത്ത് നിന്ന്. അദ്ദേഹം പറയണത്, നമുക്ക്
അടുത്ത ഒരു കൊല്ലത്തിൽ നേഴ്സുമാരുടെ സേവനം വളരെ ആവശ്യമാണ്. ഡോക്ടർമാർ ചികിത്സിക്കുമെങ്കിലും നേഴ്സിംഗ് ആണ് ഇതിൽ വളരെ പ്രധാനം. അപ്പോൾ നമുക്കൊരു 1.5 ലക്ഷം നേഴ്സുമാർ നമുക്ക് വേണ്ടി വരും അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടത്തിൽ. 1 ലക്ഷം ഡോക്ടർമാരുടെയും ആവശ്യമുണ്ടാവും. അതിനെല്ലാറ്റിനും അദ്ദേഹം ഒരു വഴി പറയുണ്ടായി. പഠിക്കുന്ന കുട്ടികൾ പഠിപ്പ് കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരോടും കോവിഡ് ചികിത്സയ്ക്ക് തയ്യാറായി വരാൻ പറയുക. 1 വർഷത്തെ കോവിഡ് ചികിത്സാ ശുശ്രൂഷണം കഴിഞ്ഞാൽ അവർക്ക് ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതേമാതിരി സമാനമായി വിദേശത്തിൽ നിന്നുള്ള കുട്ടികൾ പല വിഷയങ്ങളിലും അഡ്മിഷൻ കാത്തിരിക്കുന്നവർ, ഇങ്ങനെ പലരും എല്ലാം കൂടി ചെയ്താൽ നമുക്കിതിനെ നേരിടാൻ പറ്റും എന്ന് വ്യക്തമായി പറയുന്നു ആ പ്രൊഫഷണൽ എക്സ്പെർട്ട് ഡോക്ടർ. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സുഖക്കേട് പിടിച്ച് കഷ്ടപ്പെടുന്നത് നമ്മളാണ്. നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആലോചനാ ശക്തിയുണ്ട്, ശാസ്ത്ര ഗവേഷണത്തിനുള്ള മികവും നമുക്കുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് അതാത് കാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെയും പഴുതില്ലാതെയും നേടേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിലൊരു കുറവും വരരുത്. അധികാരികളും അതോടൊപ്പം ജനങ്ങളും ഒരുപോലെ കൈകോർത്ത് പിടിച്ച് പരിശ്രമിച്ചാലേ ഇക്കാര്യത്തിൽ വേണ്ടതുപോലെ തക്ക നടപടികൾ തക്ക സമയങ്ങളിലെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിതാന്തമായ ജാഗ്രത ആവശ്യമാണ്. അതിനേക്കാൾ പ്രധാനമാണ് അച്ചടക്കം. സർക്കാർ അതാത് കാലത്ത് എന്തെല്ലാം പറയുന്നുവോ പ്രതിരോധ നടപടികൾ എന്നുള്ള നിലയ്ക്ക് മുഖത്തിനുള്ള ആവരണം, കൈകളിൽ ഗ്ലോവ്സ് ധരിക്കണമെങ്കിൽ അത്, ആ മുഖത്തിലുള്ള ആവരണം മൂക്ക് മൂടി വേണ്ടതുപോലെ ഇടണം. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കണം. അതുമാതിരി കണ്ടെയ്ൻമെൻറ്റ് സോൺ നിശ്ചയിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വളരെ ചിട്ടയോടുകൂടി വേണം പെരുമാറാൻ. അങ്ങനെ പെരുമാറുമ്പോൾ ഒരാഴ്ച 10 ദിവസം കൊണ്ട് നമുക്കതിൻ്റെ ഫലവും കാണാം. ആ രോഗം അവിടെ നിന്ന് വ്യാപിച്ചു എന്ന് വരില്ല. ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിർത്തണം. ഈ നിർത്തുന്നതിന് എന്തിനാ ആലോചിക്കണേ? ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. നമ്മളുണ്ടെങ്കിലല്ലേ നമുക്ക് ആഘോഷങ്ങൾ നടത്താൻ പറ്റുള്ളൂ. നമ്മുടെ നിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു രോഗം നമ്മളെ 4 ഭാഗത്തിൽ നിന്നും ആക്രമിച്ചു കൊണ്ടിരിക്കേ എന്ത് ആഘോഷമാണ്? അതൊക്കെ നിർത്തിവയ്ക്കുക. ഇപ്പോൾ അടിയന്തര ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാ തരത്തിലുള്ള ശക്തികളും പ്രയോഗിച്ച് നേരിടേണ്ടത് നമ്മുടെ ഈ രോഗത്തിനെയും രോഗാണുക്കളെയുമാണ്. ഇതൊക്കെ ബാഹ്യമായ നടപടികളെ ആവുന്നുള്ളൂ. ഈ ബാഹ്യ നടപടികൾക്ക് നിയമം വേണം, വ്യവസ്ഥ വേണം, സർക്കാർ വേണം, എല്ലാം വേണം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് ബാഹ്യമായിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ മാത്രം പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ട ഒരു നേട്ടമാണോ ഇത്? അതോ ഇതിൽ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ആന്തരമായ ഒരു തപസ്സിനും അനുഷ്ഠാനത്തിനുമെല്ലാം സാധ്യതയുണ്ടോ എന്ന്? നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചിട്ടാണല്ലോ ഈ ലോകത്തിൽ ശാസ്ത്രീയമായി എന്തെല്ലാം നേടിയിട്ടുണ്ടോ അത് മുഴുവനും, സിവിലൈസേഷൻ മുഴുവനും, സഭ്യത മുഴുവനും നാം വശപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സ്, നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും രണ്ടും കൂടിയാൽ ജഡങ്ങളാണ് രണ്ടും. ഞാൻ ഈ പറയണത് നിങ്ങൾ കാത് കടം മേടിച്ച് കേൾക്കണം. എന്താ ഞാൻ പറഞ്ഞത്? നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങളടക്കം കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നാം ലോകത്തെ കാണുന്നതും ലോകത്തെ നേരിടുന്നതും സമ്പർക്കം പുലർത്തുന്നതും. ആ 5 ഇന്ദ്രിയങ്ങളടക്കം ദേഹം മുഴുവനും ദ്രവ്യോർജങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ദ്രവ്യത്തിനും ഊർജത്തിനും ഉണർവില്ല, അചേതനങ്ങളാണവ. ആ അചേതനമായ ശരീരത്തെ ചേതനാത്മകമാക്കി പ്രവർത്തിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സാന്നിധ്യ വിശേഷമാണ്. അത് ദ്രവ്യവുമല്ല, ഊർജവുമല്ല, ദ്രവ്യാതീതമാണ്. അതിനെയാണ് നമ്മൾ അധ്യാത്മം എന്ന് പറയുന്നത്, സ്പിരിച്വൽ എന്ന് പറയുന്നത് അതിനെയാണ്. ആ സാന്നിധ്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണല്ലോ നമ്മൾ എന്തെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടോ ആ നിർമ്മാണം മുഴുവനും, സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ന്യൂക്ലിയർ ആയാലും എല്ലാം തന്നെ മനസ്സ് ദ്രവ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അപ്പം മനസ്സിന് ദ്രവ്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് നമുക്ക് വ്യക്തമായി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിലും
ആ അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ വേണ്ടി നമുക്ക് മനസ്സിൻ്റെ ശക്തിയെയും സാന്നിധ്യത്തെയും ഉപയോഗിക്കാം. അങ്ങനെ ഒരു സംഗതി നടത്തിയതാണ് നമ്മൾ ദശരഥൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൗസല്യ ഒരു പെൺകുട്ടിയെ പെറ്റു. ആ പെൺകുട്ടിയെ ദത്തു കൊടുത്തു ദശരഥൻ. അതിനുശേഷം കൗസല്യ ഗർഭവതിയായില്ല. പിന്നെ കല്യാണം കഴിച്ചു 2. ആ 2 പേരും 3 പേരും പിന്നെ ഗർഭം ധരിച്ചതേ ഇല്ല. അപ്പോൾ വളരെയധികം പഴക്കമുള്ള അയോധ്യയിലെ സിംഹാസനം, അതിലിരിക്കാൻ രാജകുമാരനില്ലാതെ അനാഥപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അപ്പോൾ. അത് ഓർക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ ദശരഥൻ എന്തു ചെയ്തു? കല്യാണം 2 കൂടി കഴിച്ചു, കുട്ടികളുണ്ടായില്ല എന്ന് പറഞ്ഞ് വിട്ടില്ല. ദൃശ്യഹസ്തങ്ങൾ മുഴുവനും ദുർബലങ്ങളായി, ദൃശ്യവ്യവസ്ഥകളെല്ലാം പരാജയപ്പെട്ടു. അപ്പോഴെങ്കിലും നമുക്ക് അദൃശ്യമായിരിക്കുന്ന ആ പ്രഭാവത്തെ ഉറ്റുനോക്കിക്കൂടെ? ഉറ്റുനോക്കണം. അതിനാണ് മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും. അങ്ങനെയാണ് വസിഷ്ഠദേവനോട് സംസാരിച്ചതിന് ശേഷം അശ്വമേധയാഗം കഴിക്കാൻ തീരുമാനിച്ചത്. ആ അശ്വമേധയാഗം കഴിച്ചതിൻ്റെ പ്രസാദം 3 പത്നിമാർക്കും കൊടുത്ത് ഒരു രാജകുമാരനല്ല 4 കുമാരന്മാരുണ്ടായി അവിടെ. നിങ്ങൾ വിചാരിക്കും ഇത് കെട്ടുകഥയാണെന്ന്. ഭൂമാനന്ദ സ്വാമിക്ക് പറയാനുള്ളത് ഇത് ഊക്കൻ വാസ്തവമാണെന്നാണ്. നമ്മുടെ മനസ്സിന് ദ്രവ്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിനാണ് തെളിവാണ് ഞാൻ ഈ എൻജിനീയറിംഗ് ന്യൂക്ലിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതേമാതിരി ഒരു ആപത്ത് വന്നു. ആ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനായി നമുക്ക് അറിയാത്തതായ പല കാര്യങ്ങളും ഉണ്ടാവാം. അവയെയും കൂടി കണക്കിലെടുത്ത് അതിനുവേണ്ട സംരക്ഷണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് നാം അദൃശ്യ ഹസ്തങ്ങളിലേക്ക് ഉറ്റുനോക്കിയാൽ എന്തുകൊണ്ട് നമുക്കതിനുള്ള ശക്തിയും അതിനുള്ള മികവും കിട്ടില്ല? ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ തപോനുഷ്ഠാനം വഴിയാണ് ചെയ്യുക. ഒരു തപസ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ മനസ്സ് നാം വിനിയോഗിക്കണം ആ കാര്യത്തിൽ. പേമാരി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, വിഷമിപ്പിക്കുന്നു, ഇതിൽ നിന്ന് രക്ഷ കിട്ടാൻ വെറും മരുന്ന് മാത്രമായാൽ പറ്റില്ല. ഇവിടെ ആസ്പത്രികളില്ല, കിടക്കകളില്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. ഈ രോഗമിങ്ങനെ കൂടുതൽ കൂടുതൽ പടർന്നു പിടിച്ച് ജനങ്ങളുടെ സംഖ്യ കൂടുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവരവരുടെ വീടുകളിൽ പാർപ്പിച്ചാലും കാര്യം നടക്കില്ല എന്നുള്ള നില വരും. അതേ സമയത്ത് നമുക്ക് ഭക്ഷണമോ നിത്യവൃത്തികളോ നിർത്താനും പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യസാധ്യമായിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യസാധ്യതയ്ക്ക് അപ്പുറത്ത് പോയ കാര്യം എന്തു ചെയ്യും എന്നൊരു ചോദ്യം. അപ്പോൾ മനുഷ്യൻ മിണ്ടാതെ ഇരിക്കരുത്. ആ സമയത്തെങ്കിലും നമ്മുടെ ഭൂമിയെ ആവരണം ചെയ്തു നിൽക്കുന്ന ആകാശം, ആ ആകാശത്തിനെ താങ്ങി പേറി നിൽക്കുന്ന ഒരു മഹാപ്രഭാവമുണ്ട്. ആ പ്രഭാവത്തിൽ നിന്ന് സ്ഫുരിക്കുന്നതാണ് എല്ലാം. മനുഷ്യൻ്റെ ശരീരം രൂപപ്പെടുത്തിയതാണ്. അതിനുള്ളിൽ മനസ്സിനെയും ബുദ്ധിയെയും തലച്ചോറിനെയും രൂപപ്പെടുത്തിയതാണ്. ഇച്ഛാശക്തി എന്നുള്ള പേരിലാണത് പ്രവർത്തിക്കുന്നത്. പൗരുഷം എന്നുള്ള പേരിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ശരീരം കൊണ്ടുള്ള അഭ്യാസങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യന് നേരിടാൻ പറ്റാത്ത ആ മനുഷ്യ മികവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോഴെങ്കിലും നമുക്കിതിന് വിനിയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പല മന്ത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഓരോ മന്ത്രവും മാനസികമായിരിക്കുന്ന സൂത്രങ്ങളും സൂക്തങ്ങളുമാണ്. മെൻ്റൽ ഫോമുല, നമ്മുടെ മനസ്സിനെ പ്രയോഗിക്കാനുള്ള ഒരു ഫോമുല, അതാണ് മന്ത്രം. ആ മന്ത്രത്തിനെ ജപിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എന്ത്, ഒരു വലിയ പാറ നിങ്ങളുടെ കയ്യിൽ 250 ഗ്രാം തൂക്കമുള്ള ഒരു ചുറ്റിക തന്നു. ആ ചുറ്റിക കൊണ്ട് അടിച്ചു പൊടിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഈ ഊക്കൻ പാറ പൊടിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നാങ്ങും പലരും. അതിലെ ഒരുത്തനെങ്കിലും ശരി പൊടിക്കാമല്ലോ. ആ ചുറ്റിക മേടിച്ചു. അടിച്ചയിടത്ത് തന്നെ ഠാ 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 എന്നടിച്ചാൽ ആ പാറ പൊടിയാതെ എന്തു ചെയ്യും? ഇത് ബാഹ്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. നമ്മുടെ മനസ്സിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു മന്ത്രമെടുത്ത് ആ മന്ത്രം വീണ്ടും 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 ജപിക്കുമ്പോൾ ഈ പേമാരിയെ തന്നെ ചുറ്റികൊണ്ട് അടിക്കുന്ന 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 ഫലമാണ് അതിനുണ്ടാവുക. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്.
ഓരോ മന്ത്രത്തിനും ഓരോ ഋഷിയുണ്ട്, അതിന് ചില നിഷ്ഠകളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയും. മനസ്സിൻ്റെ ശക്തിയെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു വഴിയാണ് മന്ത്രജപം. നാമജപവും അത് തന്നെ. പ്രഹ്ലാദൻ എന്ത് ചെയ്തു? ഹിരണ്യകശിപു കൊല്ലാൻ വാളോങ്ങി പുറപ്പെട്ട് അടി വച്ചു കഴിഞ്ഞു. ആ സമയത്തും ശ്രീഹരി ശ്രീഹരി എന്നുള്ള സ്മരണ പ്രഹ്ലാദൻ വിട്ടില്ല. തൻ്റെ വിശ്വാസത്തിൽ നിന്ന് കടുകട മാറിയില്ല ആ കുട്ടി. അവിടെ ഉറച്ചങ്ങോട്ട് നിന്നേ ഉള്ളൂ. മുൻപിൽ നിൽക്കുന്നത് കരിമ്പന പോലെ ഒരു രാക്ഷസനാണ്, ഒരു അസുര ചക്രവർത്തി. ചോട്ടിൽ നിൽക്കുന്നതോ ചെറിയ ഒരു കുട്ടി, ആട്ടുംകുട്ടിയെ പോലെ. അവൻ തൊഴുകയോടുകൂടി അച്ഛനെ വന്ദിച്ചുകൊണ്ടാണ് നിന്നത്. ആ സമയത്ത് മകൻ്റെ അടുത്ത് പോകുന്നതിന് പകരം കാല് മറിച്ച് വെച്ച് തൂണിൻ്റെ അവിടെ ചെന്നൊരു ഇടി അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് നരസിംഹം പ്രത്യക്ഷപ്പെട്ടത്. വെറുതെ ഒന്നും നരസിംഹം പുറത്തു വന്നില്ല. ഹിരണ്യകശിപു വെല്ലുവിളിച്ചിട്ടും ആക്രോശിച്ചിട്ടുമാണ് വന്നത്, വെറുതെ വന്നില്ല. ഭഗവാൻ വെറുതെ എന്തിനു പുറപ്പെടുന്നു? ആവശ്യം വരുമ്പോഴല്ലേ വരുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മരുന്നും മായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചോളൂ, രക്ഷ നേടിക്കോളൂ. നിങ്ങൾക്കത് പറ്റില്ല എന്ന് വന്നാൽ ആ പറ്റില്ല എന്നുള്ള കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം. ഞങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ കൊണ്ടും സാധ്യതകൾ കൊണ്ടും നേരിടാൻ പറ്റാത്ത ഒരു പേമാരിയാണത്. എന്നാലോ ഞങ്ങൾക്ക് രക്ഷ വേണം. ആ രക്ഷയ്ക്ക് ദൃശ്യഹസ്തങ്ങളെല്ലാം ഞങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യം നടക്കില്ല. അതുകൊണ്ട് അദൃശ്യഹസ്തങ്ങൾ ഇടപെടേണ്ട സമയമായി. അതുകൊണ്ട് മഹാപ്രഭാവമേ, അദൃശ്യമായ ലോകത്തെ സന്ധാരണം ചെയ്യുന്ന ആ മികച്ച പ്രഭാവമേ, നീ എന്നെ തുണയ്ക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഉറ്റുനോക്കി നമ്മളൊരു തപസ് ചെയ്യാൻ, ആ തപസ്സിനാണ് ഏറ്റവും വലിയ ഫലം. മരുന്നിനോ അതോടനുബന്ധിച്ച പല കാര്യങ്ങൾക്കുമുള്ള ഫലം സ്വാധീനത്തേക്കാൾ എത്രയോ മികച്ചതാണ് മാനസവും ആന്തരവുമായിരിക്കുന്ന സ്വാധീനം. അത് നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യാം. അവരവരുടെ മുറികളിലിരുന്ന്, കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ചെയ്യാം. ഇപ്പോൾ തൃശ്ശൂർ ജില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ല, കോഴിക്കോട് ജില്ല, അല്ലെങ്കിൽ ഒരു ടൗൺ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, അവിടെ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഫലം സ്വാധീനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, ആ പഞ്ചായത്തിലുള്ളവർ കുറേ പേരെങ്കിലും കൂടിച്ചേർന്ന് കൂട്ടായിരുന്ന് ഒരു തപോനുഷ്ഠാനം നടത്തുക. ഈ തപോനുഷ്ഠാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിന് ഈശ്വരവിശ്വാസം, ദിവ്യമൊന്നൊന്നും പറയാൻ ഭൂമാനന്ദ സ്വാമി സമ്മതിക്കില്ല. മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. മനുഷ്യപ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ മതം എന്ന് പറയും? തൻ്റെ മനസ്സിനെയും തൻ്റെ ബുദ്ധിയെയും വിനിയോഗിച്ച് ഈ ദ്രവ്യമണ്ഡലത്തിൽ ഒരു സ്വാധീനം ജനിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ പുറപ്പെടുമ്പോൾ അതിനെ എന്തിന് മതം എന്ന് പറയുന്നു? അവൻ ഭൂമിയിലിരിക്കുന്നു. ഭൂമിയിലുണ്ടായ ശരീരം, ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ്, അതിലുള്ള ബുദ്ധി, ഇതെല്ലാം ഉപയോഗിച്ച് അവൻ പറയുകയാണ്, മനസ്സുകൊണ്ടുള്ള പ്രയത്നം എന്താ? ഈ പേമാരിയിൽ നിന്ന് രക്ഷ കിട്ടണം, ഈ പേമാരി അടങ്ങണം, 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 ഞങ്ങൾ വിട്ട് പോണം, പോണം, പോണം. അതൊരു ആജ്ഞയല്ലേ? അതൊരു ശാസനയല്ലേ? ആ ശാസനയെ നിങ്ങൾ എന്തിനാ മതം എന്ന് പറയണത്? മനുഷ്യൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രയത്നമാണിത്. തൻ്റെ ശരീരവും മനസ്സും മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് തപസ് എന്ന് പറയുക. അവിടെ ഒരു പുഷ്പമില്ല, ദൈവത്തിൻ്റെ ഒരു മൂർത്തിയില്ല, ഒരു പടമില്ല, പല വിധത്തിലുള്ള ആ പൂജാചാരങ്ങളോ യാതൊന്നുമില്ല. മനുഷ്യൻ മാത്രം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് അങ്ങോട്ട് ഇരിക്കും, ചമ്രം പടിഞ്ഞ്. ആ ചമ്രം പടിഞ്ഞ് കൈ കൂട്ടി വേണമെങ്കിൽ വെച്ചോളൂ, എന്നിട്ട് അവിടെ ഇരുന്ന് മനസ്സിനെ വിനിയോഗിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ തപസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനാണ് ചില മന്ത്രങ്ങളൊക്കെ നമുക്ക് പറയാം. മഹാമൃത്യുഞ്ജയ മന്ത്രം. എന്താ അതിനർത്ഥം? മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിക്കാനുള്ള മന്ത്രം എന്ന്. ഒരു യുദ്ധം ചെയ്ത് പടയാളിയെ ജയിക്കുക, ശത്രുവിനെ ജയിക്കുക എന്ന് പറഞ്ഞത് മാതിരി നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ വൻ രോഗമുണ്ടല്ലോ, രോഗാണുക്കൾ, ആ രോഗാണുക്കളെ ജയിക്കുക എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ നമ്മളെ കൊല്ലാൻ വന്നിരിക്കുക, ആ കൊല്ലാൻ സാധിക്കാതെ ആ മൃത്യുവിനെ ജയിക്കണം. ആ മൃത്യുവിനെ ജയിക്കാൻ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടാകാം.
വാളും കത്തിയും കഠാരിയുമായി പോയി യുദ്ധം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇക്കാലത്ത് വേറെ നാഗരിക രീതിയിൽ യുദ്ധം ചെയ്യുക, ടാങ്ക് കിങ്ങൊക്കെ ഉപയോഗിച്ച് അതൊക്കെ അവർ നടത്തിക്കോട്ടെ. ഇവിടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ബുദ്ധിയെയുമാണ്. അതിനാണ് പറഞ്ഞത് ആ മന്ത്രം ജപിക്കുക, ആ മന്ത്രം ജപിക്കുക എന്ന്. മഹാമൃത്യുഞ്ജയ മന്ത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം. ആ മന്ത്രം ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് ജപിച്ചോളൂ. ജപിക്കുമ്പോൾ ഒരിടത്ത് ഇരിക്കണം, നിലത്തിരിക്കരുത്, ഒരു ആസനത്തിലിരിക്കണം. എന്തെങ്കിലും തുണി മടക്കി അവിടെ വിരിച്ച് ചമ്രം പടിഞ്ഞിരിക്കുക, കൈ രണ്ടും കൂട്ടി വയ്ക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് മനസ്സുകൊണ്ട് ജപിക്കുക. എത്ര നേരം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ചുരുങ്ങിയത് 1 മണിക്കൂർ. ഇനിയിപ്പോൾ അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ 55, 50, 45, 40 മിനിറ്റ് ആയിക്കോട്ടെ, 1 മണിക്കൂർ ജപിക്കുക. പിന്നെ ആ മന്ത്രം നിങ്ങൾക്ക് ഒഴിവുള്ള സമയം മുഴുവനും ജപിക്കാം. എല്ലാ സമയത്തും നമ്മുടെ മനസ്സ് കാര്യക്ഷമമായി പ്രവർത്തിക്കാറില്ല. പല സമയവും നമുക്ക് പരിചയമുള്ള പ്രവൃത്തികൾ ഇങ്ങനെ പാടി അങ്ങോട്ട് ചെയ്യാം. അപ്പോഴൊക്കെ ഈ മന്ത്രം മനസ്സിലുണ്ടാവട്ടെ. ആ മഹാമൃത്യുഞ്ജയ മന്ത്രം കൂട്ടായിരുന്നും ജപിക്കാം. ഇപ്പോൾ ഒരു കുടുംബമാണ്, കുടുംബാംഗങ്ങളെ എല്ലാവരെയും വിളിച്ച് പറ്റിയ ഒരു സമയം. ഇത് ജപിക്കുന്ന സമയത്ത് ആ നിഷ്ഠ നന്നാവണമെങ്കിൽ ദഹിക്കാത്ത ഭക്ഷണം വയറ്റിലുണ്ടാവരുത്. ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് വിരോധമില്ല. ദഹിക്കാത്ത ഭക്ഷണമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ശക്തിയും ഊർജവും എല്ലാം വയറ്റിലേക്ക് പോകുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ. നമുക്ക് ആവശ്യം ഈ ശക്തിയെ തലച്ചോറിലേക്ക് കയറ്റേണ്ടതാണ്. അപ്പോൾ ആ എനർജി മുകളിലേക്ക് പോകണം. അതിന് ഈ വയറ്റിൽ ആഹാരം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അതൊരൊറ്റ വ്യവസ്ഥ മാത്രമേ അവിടെയുള്ളൂ. നമ്മുടെ നർമ്മദാ പരിക്രമം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. നർമ്മദാ നദിയെ പൂർണ്ണമായി പ്രദക്ഷിണം വയ്ക്കുക, ചുറ്റുകയെന്ന്. സമുദ്രത്തിൻ്റെ അവിടെ എത്തിയാൽ കിടന്ന് ബോട്ടിൽ പോയി അപ്പുറത്ത് കിടന്ന് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കും. എല്ലാ കൊല്ലവും നടക്കുന്നതാണ്. അതിന് എത്ര ആഴ്ച വേണ്ടി വരും എന്ന് എന്നോട് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ആ പോകുന്ന യാത്രികളെല്ലാം രാത്രിക്ക് അവിടെ തന്നെ നദീതീരത്ത് കിടക്കേണ്ടി വരും. ചിലപ്പോൾ മഴ വരാറുണ്ട്. അപ്പോൾ ഈ യാത്രികൾക്ക് മഴ വന്നാൽ അവരെന്ത് ചെയ്യും? ധാരാളം പേരുണ്ടാവും. അതിൻ്റെ അടുത്ത പരിസരത്ത് അതിനുള്ള വ്യവസ്ഥകളോ പോക്കോ വരവോ ഒന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? എല്ലാവരും കൂടി ഇരുന്ന് അവിടെ ജപിക്കും, മഴ പെയ്യരുതെന്ന്. പെയ്യാൻ വന്ന മഴ അവിടുന്ന് ഒഴിഞ്ഞങ്ങോട്ട് പോകുമത്രേ. അത് മഴയ്ക്കൊരു വിശേഷമാണല്ലോ അത്. പഴയ കാലത്ത് നമ്മുടെ ശക്തൻ തമ്പുരാൻ എല്ലാവർക്കും അറിയാമല്ലോ എത്ര വിശേഷപ്പെട്ട ആളായിരുന്നു എന്ന്. ആ ശക്തൻ തമ്പുരാൻ ഈ കൊച്ചി രാജ്യത്ത് മഴയില്ലാതെ വരൾച്ച വന്നപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ വന്ന് ബ്രാഹ്മണരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. നിങ്ങളൊക്കെ വേദജ്ഞരല്ലേ, വേദനിഷ്ഠരല്ലേ, ആ വേദത്തിൽ വിശ്വസിക്കുന്നവരും അതിന് വൈദിക തപസ് ചെയ്യുന്നവരുമല്ലേ, അതിൽ വരുണമന്ത്രമുണ്ട്, മഴ അനുകൂലിച്ച് പെയ്യാനെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആ വരുണമന്ത്രം ഒരു തപസ്സായി ചെയ്ത് മഴ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധിച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ശക്തൻ തമ്പുരാനെ പോലെ ഒരാൾ മുറുക്കി അങ്ങോട്ട് പറഞ്ഞാൽ അയ്യോ, കേട്ടവർക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റിയില്ല. ഇവിടെയുള്ള ബ്രാഹ്മണരെല്ലാവരും ഒന്നിച്ചുകൂടി. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വടക്കേച്ചിറയിൽ ചെന്ന് ആ ചവിട്ടുപടിയിൽ അവിടെ ഇങ്ങോട്ട് ഇരുന്നോത്രേ അവർ വരുണമന്ത്രം ജപിച്ച് മഴ പെയ്ത് വടക്കേച്ചിറയിൽ വെള്ളം നിറഞ്ഞ് അവരിയ്ക്കുന്ന സ്ഥലത്ത് തൊട വരെ നനഞ്ഞപ്പോഴേ അവർ എണീറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആരായിരുന്നു ശക്തൻ തമ്പുരാൻ? നമ്മുടെ രാജ്യം ഭരിച്ച ആൾ. ഇപ്പോഴത്തെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയുമെല്ലാം ഉള്ളതുപോലെ അന്നത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ഈ ശക്തൻ തമ്പുരാൻ. തിരഞ്ഞെടുത്ത ആളല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഭരണാധികാരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്കും ഈ വഴി നോക്കിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലെന്താണ് തെറ്റുള്ളത്? നമ്മൾ ഭാരതം നമ്മുടെ സംസ്കാരം, പൈതൃകം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നുണ്ട്. അതിൽ നമ്മെ പിടിപെടുന്ന ആപത്തുകൾ സാധാരണ മാർഗങ്ങളിലൂടെ പരിഹരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ മനസ്സിനെ അസാധാരണമായ ഒരു രീതിയിൽ വിനിയോഗിച്ച് അതിൽ നിന്ന് രക്ഷ കിട്ടാനും സംരക്ഷണത്തിനും വേണ്ടി വിനിയോഗിച്ചൂടെ? അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് രാമായണത്തിലും മഹാഭാരതത്തിലുമെല്ലാം. നമ്മുടെ ചരിത്ര പുസ്തകമാണ് ഈ രാമായണവും മഹാഭാരതവും. ശ്രീരാമൻ എന്ന രാജകുമാരനും രാജാവും മാത്രമേ വാൽമീകി രാമായണത്തിൽ കാണൂ. അതുമാതിരി ഹസ്തിനപുരം ഭരിച്ചുകൊണ്ടിരുന്ന കുരുവംശക്കാരുടെ ചരിത്രമാണ് മഹാഭാരതം. അപ്പോൾ ചരിത്ര പുസ്തകത്തിൽ പല തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും സംഭവ കഥകളും അവിടെയുണ്ട്.
ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഈ മഹാമാരിയെ പേടിക്കരുത്. ഭൂലോകത്തിൽ ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടല്ല. എത്ര കാലം ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരാശി ജനിപ്പിച്ചത് മനുഷ്യനല്ല. ആദ്യമായിട്ടുള്ള മനുഷ്യൻ ആരുണ്ടായി, എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ആദിമ മനുഷ്യനെ പെറ്റത് ഒരു മനുഷ്യ സ്ത്രീയല്ല, ആദിമ മനുഷ്യനെ പെറ്റത്. അപ്പം നമ്മളെ എല്ലാവരെയും ഒരു മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ അധിപനായ പുരുഷനാണ്. ആ പുരുഷനും പ്രകൃതിയും കൂടി രചിച്ച മനുഷ്യരാശി ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമല്ല, പ്രകൃതിയുടെയും പുരുഷൻ്റെയും ആവശ്യമാണ്. പ്രകൃതിയുടെയും പുരുഷൻ്റെയും ആവശ്യമാണ്. അത് നിലനിർത്തുന്നത് അവരുടെ ചുമതലയാണ്. അപ്പം അവരുടെ ഇംഗിതത്തിൽ നമ്മൾ നശിക്കണമെന്നുണ്ടെങ്കിൽ നാം നശിച്ചു പോവും. അല്ല, നാം നിലനിൽക്കണമെങ്കിലോ നിലനിൽക്കും ചെയ്യും. ഇതുമാതിരിയുള്ള സംഭവങ്ങൾ മുൻപും നേരിട്ടുണ്ട്. 90 ചില്ലാനം കൊല്ലം മുൻപ് മഹാമാരി ഉണ്ടായി. അതിൽ കുറേ ആൾക്കാർ മരിച്ചുപോയി. ഇപ്പോഴും ഒരു മഹാമാരി വന്നിട്ടുണ്ട്. ഭൂമി കുലുക്കം ഉണ്ടാവാറില്ലേ? വെള്ളപ്പൊക്കം ഉണ്ടാവാറില്ലേ? മേഘസ്ഫോടനം ഉണ്ടാവാറില്ലേ? പലതും ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ നിലനിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കരുത് നാം മറ്റന്നാൾ എല്ലാവരും നശിച്ചു പോകുമെന്ന്. അപ്പോൾ വളരെ വീണ്ടും വിചാരത്തോടുകൂടി, വിവേകത്തോടുകൂടി, വിശേഷ ബുദ്ധിയോടുകൂടി, ഉറച്ച മാറോടുകൂടി, ഇളകാത്ത മനസ്സോടുകൂടി, കാര്യങ്ങൾ വേണ്ടതുപോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്ന ബുദ്ധിയോടുകൂടി നാം ഉറച്ചു നിൽക്കണം. ആ ആത്മവിശ്വാസമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. വിശ്വാസം ഭഗവാനിലുള്ള വിശ്വാസം എന്നും കൂടി ഞാൻ പറയില്ല. ആത്മവിശ്വാസമാണ് ഇവിടെ പ്രമാണം. താൻ തന്നെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അതനുസരിച്ചാണ് തനിക്ക് നേട്ടമോ മേന്മയോ ഉണ്ടാവുക. അപ്പം നല്ല കോൺഫിഡൻസോട് കൂടിയിരിക്കണം നിങ്ങൾ. പേടിക്കരുത്. ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറയും. നാടോടുമ്പോൾ ഒപ്പം ഓടണം എന്ന് പറയും. എന്താ ഇതിനൊക്കെ അർത്ഥമില്ലേ ഈ പഴമൊഴികൾക്കൊക്കെ? അപ്പം നമ്മൾ പേടിക്കരുത്. പരമാവധി നാം പരിശ്രമിക്കും. നമ്മളെ കൊണ്ട് ആകാവുന്നതേ ആകാവൂ എന്ന് നമ്മൾ വിചാരിക്കൂ. അത് വിട്ട് നമ്മെ രക്ഷിക്കാൻ നമ്മളെ സൃഷ്ടിച്ച ശക്തിവിശേഷമുണ്ട് എന്ന് വിചാരിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി, വിശ്വാസത്തോടുകൂടിയും ആശയോടുകൂടി വേണം നിങ്ങൾ കഴിച്ചുകൂടാൻ. ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നു എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും മാറി മാറി വരും എന്നാണ് പറയുന്നത്. നാം അതിന് തയ്യാറാവണം. സമയത്തിന് പരിശോധന നടത്തി കണ്ടെത്തി ഡോക്ടർമാരോട് ചോദിച്ച് തക്കതായ മരുന്നുകൾ വേണ്ടതുപോലെ കഴിച്ച് ഇരിക്കണം. നമുക്ക് മരുന്നും സമയത്ത് കിട്ടുന്നില്ല, ആസ്പത്രിയിൽ കിടക്കുകയുമില്ല, ഒന്നുമില്ല എന്നങ്ങോട്ട് വരുമ്പോൾ ആ നർമ്മദാ പരിക്രമ സമയത്ത് നർമ്മദാ തീരത്ത് യാത്രികൾ തമ്പടിച്ച് മേഘമിങ്ങനെ പെയ്യാൻ തയ്യാറായി വരുമ്പോൾ ആ യാത്രികൾ എന്തു ചെയ്യുന്നുവോ അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ കൂട്ടരെ? നിങ്ങൾ ആ ഒരു ഭാഗം എന്താണ് ചിന്തിക്കാതെ ഇരിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആത്മവിശ്വാസം വിട്ടുകളയരുത്, ധൈര്യം വിട്ടുകളയരുത്. ധൈര്യം ചെക്കെഴുതി കിട്ടേണ്ടതല്ല, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടതല്ല, ഇനി ഒരാളുടെ അടുത്ത് നിന്ന് കടം മേടിക്കേണ്ടതുമല്ല. അവനവൻ്റെ ഉള്ളിൽ നിന്ന് കടഞ്ഞെടുക്കേണ്ടതാണ് ധൈര്യം. അവനവൻ്റെ ഉള്ളിൽ രചിച്ച് സൃഷ്ടിച്ചുണ്ടാക്കേണ്ടതാണ് വിശ്വാസം. വിവേകത്തിൻ്റെ പ്രയോഗം കൊണ്ട്, നമ്മുടെ പാരമ്പര്യവും പൈതൃകവും ഓർമ്മ വച്ചുകൊണ്ട്, പല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അതിൽ നിന്നുള്ള ആവേശവും ഉത്സാഹവും ഉൾക്കൊണ്ട് നാം വളരെയധികം വിശ്വാസത്തോടു കൂടിയിരിക്കണം. പരമാവധി പരിശ്രമിക്കും. പരിശ്രമത്തിൽ പരാജയപ്പെട്ടാൽ നമുക്കൊന്നുമില്ലല്ലോ. പരിശ്രമിക്കുന്നതാണ്. ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മി. പരിശ്രമിക്കുന്നവനെയാണ് ലക്ഷ്മി അനുഗ്രഹിക്കുക. മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. പരമാവധി നാം പരിശ്രമിക്കും. ഒരപകടമുണ്ടായി, കുറേ ആൾക്കാർ മരിച്ചുപോയി, മണ്ണിൻ്റെ അടിയിൽപ്പെട്ടു. നമ്മൾ മിണ്ടാണ്ട് ഇരിക്കാറുണ്ടോ? മണ്ണ് മാന്തി ആ ശവം എടുക്കാറുണ്ടല്ലോ. ഏതായാലും പോയില്ലേ, പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കാറുണ്ടോ? അപ്പോൾ എന്തു തന്നെ വന്നാലും അതിനെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇത് നേരിടേണ്ടത് കൈകൊണ്ടും കാലുകൊണ്ടുമൊന്നുമല്ല, മനസ്സുകൊണ്ടാണ് നേരിടേണ്ടത്.
ആ മനസ്സുകൊണ്ട് നേരിടാൻ നിങ്ങൾ തയ്യാറാകൂ. മഹാമൃത്യുഞ്ജയ ഹോമം മന്ത്രം ജപിക്കൂ. ഞാൻ വളരെ ഉത്സാഹമുള്ളവനായി ഈ കാര്യത്തിൽ. നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട് 5-8 ദിവസം മുൻപ് തീരുമാനിച്ചു, ഈ പഞ്ചായത്ത് മുഴുവനും അവർ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി ഡിക്ലെയർ ചെയ്തു. അത് ഒരാഴ്ചയ്ക്കും കൂടി നീട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ ആയപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കരുത്. ഈ പഞ്ചായത്തിനെ ചൊല്ലി എല്ലാവർക്കും വേണ്ടി നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. കുറച്ച് നേരമെങ്കിലും ഒരു തപസ്സായി ഇത്. അന്ന് മുതൽക്ക് ഞങ്ങളിവിടെ ജപിക്കുകയാണ്. കാലത്ത് ഒരു അരമണിക്കൂർ നേരം ജപിക്കും. ഞങ്ങൾ സ്വതവേ ഈ നിഷ്ഠക്കാരാണല്ലോ. ഞങ്ങൾക്ക് ഈ മന്ത്രജപം ഒരു വിശേഷമായി ചെയ്യേണ്ടതില്ല. എന്താ, ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ഒരു ജ്ഞാനനിഷ്ഠയാണ്. ഈ മാതിരി കാര്യങ്ങൾ വായിക്കുക, സംസാരിക്കുക, പറയുക, എഴുതുക, സത്സംഗം നടത്തുക, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അഡീഷണലായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു തപസ് ഞങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് എത്ര കാലം ഇത് നീണ്ടുപോകും, ഇതിൻ്റെ എന്തൊക്കെ വെർഷൻ നമ്മൾ നേരിടും, ഇതൊന്നും നമുക്കറിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ശരീരം, ഒരു മനസ്സ്, ഒരു ബുദ്ധി, ഒരഹങ്കാരം, ഒരന്തരാത്മ, ഇതേ ഉള്ളൂ. ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മളിതിനെ നേരിടണം. അതിൻ്റെ കൂട്ടത്തിൽ സഹായിക്കാനായി മരുന്നുണ്ടായിക്കോട്ടെ. മരുന്ന് പോലും തരുന്നത് എന്തിനാ? ശരീരത്തിൽ പ്രതിരോധമുണ്ടാക്കി വന്ന അണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, യുദ്ധം ചെയ്ത് കൊല്ലാൻ. അതിന് ശരീരത്തിനാണ് മരുന്ന്. ആ മരുന്ന് നേരിട്ടല്ല കൊല്ലുന്നത്, ശരീരത്തിലൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രത്തിലൂടെയും ഈ ഇച്ഛയിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും നമ്മളിതിനെ നേരിടാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. അതിലൊരു കുറവും വരരുത്. ഒരൊറ്റ ആളുടെ മുഖത്തിൽ ആ ഭയം ഉണ്ടാവരുത്. അന്തിമ നിമിഷം വരെ നാം പരിശ്രമിക്കും. നമ്മൾ ജനിച്ചത് ഭൂമിയിലാണ്, വിഴാൻ പോകുന്നത് ഭൂമിയിലാണ്, സംസ്കരിക്കുന്നത് ഈ ഭൂമിയിലാണ്. എന്താ നമുക്ക് ഇത്ര പേടിക്കാനുള്ളത്? എന്താണ് ഈ പേടിക്കാനുള്ളത്? നിങ്ങൾ ഒരൊറ്റ ആൾ ഒരു സാധനവും കൊണ്ടുപോകണില്ല. കയ്യിലൊരു മോതിരം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും അഴിച്ചെടുത്തിട്ടേ ശവം ദഹിപ്പിക്കുള്ളൂ. നമ്മൾ നഗ്നരായാണ് വന്നത്, അതേമാതിരി ഒന്നുമില്ലാതെയാണ് നമ്മൾ പോണത്. ബാക്കിയുള്ളവർ നമ്മുടെ ശരീരത്തെ ഒന്ന് പൊതിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല എൻ്റെ ശവം ആവശ്യപ്പെടുന്നില്ല, എന്നെ പുതയ്ക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. വൈരാഗ്യമേവാഭയം സർവം വസ്തു ഭയാന്വിതം ഭുവി നൃണാം വൈരാഗ്യമേവാഭയം. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭയം കുത്തുവയ്ക്കുന്നതാണ്. വൈരാഗ്യം മാത്രമേ ഭയമില്ലായ്മ നമുക്ക് തരൂന്ന്. നിർഭയം ഭർതൃഹരി പാടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വൈരാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ, വിവേകം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ വിശ്വമണ്ഡലത്തെ മുഴുവൻ താങ്ങി നിർത്തി സന്ധാരണം ചെയ്യുന്ന പ്രഭാവത്തെ ഉറ്റുനോക്കി തപസ് ചെയ്യാനുള്ള ഒരു സന്നദ്ധതയും അതിനുള്ള ഉത്സാഹവും നിങ്ങൾക്കുണ്ടാവട്ടെ.